എങ്ങനെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സി പി ഐ വിശദീകരിക്കേണ്ടുന്ന പ്രശ്നം എന്നോട് ചോദിക്കല്ല. അത് അവരോട് നിങ്ങൾ സംസാരിച്ചോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തവണയാണ് യോഗം ചേർന്നത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം. അതിനൊരു പ്രാഥമികമായ അവലോകനം നടത്തി. ആ അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തിരിച്ചടിയേറ്റു. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തിരുത്തേണ്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആലോചിച്ചത്. അതല്ലാതെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം താഴെ പാർട്ടിയിൽ നിലവാരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തുള്ള തീരുമാനങ്ങൾ വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂൺ അവസാനം യോഗം ചേർന്ന് ഇതിന്റെ മറ്റ് തുടർ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി അതിന്റെ പുറത്ത് സി പി ഐ എടുത്ത തീരുമാനത്തെക്കുറിച്ചോ സി പി ഐയുടെ നിലപാടല്ലേ, അത് അവര് വിശദീകരിച്ചോട്ടെ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് എന്റെ തലയിൽ വെക്കല്ല ദയവ് ചെയ്തിട്ട്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സിപിഐ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉന്നയിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ ഉണ്ടാവും. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെ അഭിപ്രായമായിട്ട് കിടക്കട്ടെ, എന്റെ അഭിപ്രായമായിട്ട് ചേർക്കല്ല. ഇല്ല, ആശാസമരത്തിനൊക്കെ അന്ന് തന്നെ ക്ലാരിറ്റി വരുത്തിയതാ. ഇല്ല, ആശാസമരത്തോടെടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ളത് എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. കാരണം ആശാസമരത്തിന്റെ ലക്ഷ്യം പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല. ആശാസമരത്തിന്റെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല. രാഷ്ട്രീയമായിട്ട് അതിനെ വേറെ വഴിക്കൂടെ തിരിച്ചുവിടാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിൽ ആലോചിക്കാത്ത കാര്യം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, മുന്നണിക്കകത്തൊരാലോചനയും ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. മുന്നണിയിലല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ച പിന്നെ മുന്നണിക്കകത്ത് ഞങ്ങൾ അഭിപ്രായം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. CPM ആണോ തീരുമാനിക്കേണ്ടത് നമ്മളെ പാർലമെന്ററി വ്യവസ്ഥക്കനുസരിച്ച്. എന്തിന് ധൃതി പിടിക്കുന്നത്? ധൃതി പിടിക്കാൻ അവരോട് ചോദിക്കും മുഖ്യമന്ത്രി എപ്പോൾ വരുമെന്ന്. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച പോലെ. ഈ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ? മന്ത്രിമാരും വരണല്ലോ. ഇവിടെ ഇപ്പൊ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി. അതിനെക്കുറിച്ചല്ലേ വിമർശിക്കേണ്ടത്. കാവൽ മന്ത്രി സഭയ്ക്ക് അതിൽ റോളൊന്നുമില്ല. അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. എന്തിനാ ഇങ്ങനെ ഞാൻ ഇതിന്റെ ഉത്തരവൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി എന്ത് എന്നുള്ളതൊക്കെ ഇനി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഇല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നില്ല. MP ഗോവിന്ദ മാഷാണ്. അത് അഭിപ്രായമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിപ്രായമല്ല. ഓ, അത് നിങ്ങളുടെ മീഡിയാസൊക്കെ ചില ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വിലയിരുത്തല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, നടക്കൂല്ലോ എന്നൊക്കെ വേറെ കാര്യം. അത് പിന്നെ അത് വരുന്ന സമയത്തേക്ക് അറിയാം. ശരി, ഓക്കെ. പെട്രോൾ ഡീസൽ വില
ഓ അല്ല പാർട്ടിക്ക് മുന്നണിയുടെ എന്തെങ്കിലും ഒരു ഇടത് അല്ല അത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ സ്ഥിതി അത്യന്തം ദയനീയമാണ്. സാമ്പത്തിക പ്രതിസന്ധി, വലിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാനാണ് സാധ്യത. ഇവിടെ നമ്മുടെ പല LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് CPI പറഞ്ഞ കാര്യം അവരോട് ചോദിച്ചാൽ മതി. CPI പറഞ്ഞ കാര്യത്തിൽ അത് LDF കൺവീനറുടെ തലയിൽ വെച്ച് കെട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം വി ഡി സതീശന്റെ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ടി പി രാമകൃഷ്ണൻ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ സതീശൻ തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ നേരെ